ചങ്ങന്മാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലമായിട്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്ന് ഞാനും ഒരു കൂട്ടുകാരനും കൂടി റൂമുകളിലാണ്, മജീദ് എന്ന് പറയും. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് ലീവ് കിട്ടി. രാത്രി ഫുൾ ലീവല്ല, രാത്രി 8 മണിക്ക് പോകണം കേട്ടോ. അപ്പം നല്ല ചൂടാണ് പുറത്ത്. എന്നാലും എന്ത് ചെയ്യാണ്, ചെറിയൊരു ഫുഡടി പ്ലാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാണ്. കാരണം ഉച്ചക്കൊന്നും കഴിച്ചില്ല, വൈകുന്നേരമായി 3-3:30 തുടങ്ങിയത് 5:30. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫുഡ് പ്ലാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പം ചെറിയൊരു വീഡിയോ വോയിസ് പിന്നെ എഡിറ്റ് ചെയ്ത് കേട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക. 44 ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പം ഇവിടെയുള്ള ചൂട് എന്ന് പറയുന്നത്. ഏകദേശം വൈകുന്നേരം 5:30 ടൈമാണ്. നല്ല വെയിലാണ് പുറത്ത്. ഞങ്ങൾ നല്ല പുറത്തേക്ക് ഇറങ്ങി നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഏതാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ച് മെയിൻ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത്. വേറെ കാര്യം, ഞങ്ങൾ എന്ത് ചെയ്യാം, നല്ല പോകുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഞങ്ങൾ വിചാരിച്ചു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലൊരു അറബിക് ഫുഡ് ടേസ്റ്റ് ചെയ്യും. കാരണം ഇന്ത്യൻ ഫുഡുകൾ നമ്മൾ പല രീതിയിലും മറിച്ചും മാറ്റിയും ട്രൈ ചെയ്യുന്നതല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. അവിടെ കയറി ഒരു കേടി എന്ന് പറയുന്നൊരു ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഈ ഫ്രണ്ട് കാണുന്ന ഈ റിസർവ് എന്ന് പറയുന്ന ഈ റൈസാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓർഡർ ചെയ്യും. അത് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. ഒരു കേടി എന്ന് പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു പറഞ്ഞു ആപ്ലിക്കേഷനിലാണെങ്കിൽ ഓഫർ കിട്ടും. ഞങ്ങളങ്ങനെ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനിൽ കയറാം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുത്തോ, ഞങ്ങളെയും കൂട്ടിയെടുത്തോ. നല്ല എന്താ പറയുക, നല്ലൊരു സ്വഭാവമായിരുന്നു ചേട്ടന്. ചേട്ടൻ സപ്പോർട്ട് ചെയ്തു തന്നു. പിന്നെ അതേപോലെ ചേട്ടൻ ചെന്നൈക്കാരനാണ്. വേറെ ചേട്ടൻ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ആപ്പിൽ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങളങ്ങനെ മെല്ലെ ഓർഡർ ചെയ്ത് ഈ ചേട്ടൻ ഇപ്പം ചെയ്യുന്ന ചേട്ടനാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് ബില്ല് തന്നു. കഴിഞ്ഞ് ഞങ്ങൾ 2 ഗ്ലാസ് തന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, ഗ്ലാസും കൊണ്ട് ഒരു ടേബിളിൽ പോയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷ ഞങ്ങൾ രണ്ടാളെ മുഖത്തുണ്ട്. അപ്പം അങ്ങനെ സാധനം വന്നു. സാധനം എന്താ പറയുക, ഒരു ഫ്രൈസും 2 റൈസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാം കൂടി 2 കേടി 750 ഫിൽസാണ് ആയത്. ഞങ്ങൾക്ക് സാധനം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. ഞാൻ അത് തുറന്നു നോക്കി. ഇതിൻ്റെ ഉള്ളിലുള്ളത് ബസ്മതിയുടെ റൈസും കുറച്ച് ബ്രോസ്റ്റിൻ്റെ പീസുമാണ്. പിന്നെ അതേപോലെ ഞങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്ത ഫ്രൈസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 7-Up ഇപ്പം വരുന്നു വിചാരിച്ച് കാത്തുനിന്നു. അങ്ങനെ റൈസ് എന്ത് ചെയ്തു, നല്ല കഴിച്ചു തുടങ്ങി. അങ്ങനെ ആദ്യം വെറുതെ റൈസും കാര്യം കഴിച്ചപ്പം വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ എന്ത് ചെയ്തു, കൂടെ ഒരു ചമ്മന്തി പോലെ, ഒരു ചട്നി പോലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു ചുട്ട മുളക് അരച്ചൊരു ഐറ്റം. ജസ്റ്റ് അതൊന്ന് കൂട്ടി ട്രൈ ചെയ്തു. അപ്പം നല്ലൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യമായിട്ട് തോന്നിയത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി. സോസൊന്നും കൂട്ടേണ്ടി വന്നില്ല, ഈ ഒരു ചട്ടിനി മാത്രം. പിന്നെ അങ്ങനെയാണ് 7-Up എവിടെ നിന്ന് കാത്തുനിന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവളോട് പറഞ്ഞ് പുറത്താണെന്ന്. ഞാനത് എടുക്കാൻ പോവുകയാണ്. ഇവിടെ അൺലിമിറ്റഡ് 7-Up അല്ലെങ്കിൽ പെപ്സി, ഡ്യൂ അങ്ങനെയുള്ള ഐറ്റംസ് അൺലിമിറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു ഗ്ലാസ് 7-Up എടുത്ത് അവന് ഒരു ഗ്ലാസ് മറ്റേ പെപ്സിയാണ് എടുത്തു കൊടുക്കുന്നത്. ഞാൻ പെപ്സി മതി എന്ന് പറഞ്ഞു. അവൻ ഗ്ലാസ്സിലേക്ക് നോക്കി ആകാംക്ഷയോടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ പെപ്സി കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറന്നുമ്പോൾ കൈമലൊക്കെ കയറിച്ച് ഞാൻ മെല്ലെ എടുക്കാൻ തുടങ്ങി. അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം,
പെപ്സി 7 കൂട്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡടി അങ്ങ് അടിച്ച് തീർത്തു. ഒരു ചട്ടിനി പോലുള്ള ഒരു സാധനം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഫിംഗർ പോലുള്ള സാധനം. അങ്ങനെ ഞങ്ങൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചെറിയ റിവ്യൂവും പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് പോവുകയാണ്. പുറത്ത് 6:30 ആയിട്ടോ ടൈം. 1 മണിക്കൂർ ഏകദേശം ഞങ്ങൾ അവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് കാര്യങ്ങൾ കിട്ടാനൊക്കെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് കുറേ വേസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. ഇത് കുവൈത്തിലെ ഈ തീപിടുത്തം കഴിഞ്ഞാൽ ഫ്ലാറ്റുകളിൽ നിന്ന് ഒഴിവാക്കിയ വേസ്റ്റുകളാണ്.